ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രീ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു റൂം എങ്ങനെ ബഡ്ജറ്റായിട്ട് ഡെക്കറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങളുടെ സ്വന്തം റൂമിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഞങ്ങൾ ഇരിക്കുന്ന റൂം തന്നെയാണ് ഇപ്പോൾ ഇരിക്കുന്ന റൂം ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കാണുന്ന ഒരു മെനയില്ലായിരുന്നു. അതിന് ഞങ്ങൾ തന്നെ സ്വന്തമായിട്ട് പെയിൻറ്റ് ചെയ്ത് സ്വന്തമായിട്ട് കുറച്ച് ഓൺലൈനിൽ നിന്ന് ബഡ്ജറ്റായിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ച് വാൾ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് ഡെക്കറേറ്റ് ചെയ്തു. അതിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത്. ആദ്യക്കുട്ടൻ്റെ വരവോടെയാണ് നമ്മൾ റൂമെല്ലാം ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. അതുവരെ പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് ഒന്ന് പെയിൻ്റ് അടിച്ചിടുക, അത്രേ ഉള്ളൂ. 3 കളർ അടിച്ചിടുക എന്നൊരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങളിപ്പോൾ ഈ കാണുന്നതാണ് നമ്മൾ റൂമിൻ്റെ ടോട്ടൽ വ്യൂ. ഒരു ചെറിയ റൂമാണ്, അധികം സ്പേസ് ഒന്നുമില്ല. എന്നാലും നമ്മൾ അത്യാവശ്യം ഉള്ള സ്പേസിൽ ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. ഈ കാണുന്ന ചുവരിന് ഞാനൊരു പിങ്ക് കളറാണ് കൊടുത്തേക്കുന്നത്. വീഡിയോയിൽ എങ്ങനെയാണ് കാണുന്നതെന്ന് മനസ്സിലാവുന്നില്ല, എന്നാലും ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ലൈറ്റ് ഇട്ടേക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇതിൽ ഏകദേശം ഞാൻ 3 സ്റ്റിക്കറാണ് ഓർഡർ ചെയ്ത് ആഡ് ചെയ്തേക്കുന്നത്. ഈ തൂക്ക് ലൈറ്റ് കാണുന്ന ഒന്നും, ബുദ്ധൻ്റെ ഒന്നും, ആ ബോൾ പോലെ കാണുന്ന സ്റ്റിക്കർ മൂന്നായിട്ട് പർച്ചേസ് ചെയ്തതാണ്. അത് 3 ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെയാണ് വാങ്ങിച്ചത്. ഏകദേശം ഒരു 450 രൂപ എനിക്ക് ചാർജ് വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മുടെ മനസ്സിലൊരു സങ്കല്പം കാണുമല്ലോ, അത് കണക്കാക്കി നമ്മുടെ മനസ്സിലെ സങ്കല്പം നമ്മൾ ചുവരിൽ ചെയ്യുന്നു. അത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു കാര്യം. അല്ല, പ്രത്യേകിച്ച് ഐഡിയ ഒന്നും വേണ്ട. എനിക്കും പ്രത്യേകിച്ച് ഒരു ഐഡിയ ഇല്ലായിരുന്നു. എന്നിട്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ കാണുന്ന ചുവരിന് ഞാൻ ഒരു ഗ്രീൻ കളറാണ് കൊടുത്തേക്കുന്നത്. അതോടൊപ്പം തന്നെ ഗ്രീൻ കളർ കർട്ടൻ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പുറത്തുനിന്നുള്ള വെട്ടം കാരണമാണ് ആ ഗ്രീന് നല്ല ലൈറ്റായിട്ട് തോന്നുന്നത്. അപ്പോൾ ആ കർട്ടൻ ഏകദേശം ഒരു 160 രൂപയോളം ചാർജ് വന്നിട്ടുണ്ട്. പിന്നെ ആ കാണുന്ന ടോയ്സ് എല്ലാം ആദ്യക്കുട്ടൻ്റെയാണ്. പിന്നെ ഇരിക്കുന്ന ഫോട്ടോസും നമുക്ക് ഓൾറെഡി കല്യാണത്തിന് കിട്ടിയതാണ്. ഈ കാണുന്ന ചുവരിന് ഞാനൊരു ലാവൻഡർ നിറമാണ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ഈ കാണുന്ന ഫ്രെയിമെല്ലാം ഞാൻ ഓൺലൈൻ വഴി വാങ്ങിച്ചതാണ്. ഏകദേശം മീഷോയിൽ ഒരു 600 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 6 ഫ്രെയിം നിങ്ങൾക്ക് എന്തായാലും കിട്ടും. അതോടൊപ്പം ഓൺലൈനിൽ ഫോട്ടോ പ്രിൻറ്റ് ചെയ്യുന്നതെന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് വയ്ക്കേണ്ട A4 സൈസ് പ്രിൻ്റൊക്കെ നമുക്ക് സുഖമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അതും വലിയ ചാർജൊന്നും വരത്തില്ല. ഒരു ഫോട്ടോയ്ക്ക് ഒരു 30 രൂപയ്ക്ക് ചാർജ് വരുള്ളൂ. അങ്ങനെ നോക്കിയാലും ഒരു ഫ്രെയിമിന് നിങ്ങൾക്ക് ഏകദേശം ഒരു 110 രൂപ 150 രൂപയ്ക്കകത്ത് ചാർജ് വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ 6 ഫോട്ടോ ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് ഏകദേശം 780 രൂപ ആയിട്ടുള്ളൂ. എന്തായാലും പുറത്ത് പോയി നമുക്ക് ലാമിനേറ്റ് ചെയ്ത് അത്യാവശ്യം നല്ല ചാർജ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബഡ്ജറ്റായിട്ട് ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് നമ്മുടെ കട്ടയട്ടയ്ക്കുന്നതിൻ്റെ ഓപ്പോസിറ്റുള്ള ചുവരാണ്. അതിനും ഞാൻ ഗ്രീൻ തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇതിലധികം ഫോട്ടോസൊന്നുമില്ല. അത്യാവശ്യം നമ്മുടെ എൻഗേജ്മെൻറ്റ് ഫോട്ടോയും പിന്നെ കല്യാണ ഫോട്ടോയാണ്. പിന്നെ ഈ കാണുന്ന നമ്മൾ ഗുരുവായൂർ പോയ സമയത്ത് വടക്കുന്നാഥ ടെമ്പിളിൻ്റെ അവിടെ വെച്ച് ഒരു ചേട്ടൻ വരച്ചു തന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പിന്നെയും ഒരു സാമ്യമുണ്ട്. ആദ്യം കുഴപ്പമില്ലാത്ത സാമ്യമുണ്ട്. വൈഫിനെ കണ്ട ആരുമായിട്ടൊരു സാമ്യമില്ല. ഇപ്പോൾ വരച്ചപ്പോൾ ആരോ അടുത്തുനിന്ന് ഒരാൾ പറഞ്ഞ സിനിമയിലുള്ള ആരെ പോലെ ഇരിക്കുന്നതെന്ന്. അതുകൊണ്ട് തന്നെ ഈ ഫോട്ടോ എന്തായാലും ഞാൻ ആരെയും കാണിച്ചിട്ടില്ല. നമ്മുടെ കതവിൻ്റെ പുറകിൽ ശരിക്കും ഭദ്രമായിട്ട് തന്നെ ഇരിക്കുകയാണ്. നിങ്ങളിപ്പോൾ കണ്ടത് നമ്മളെ റൂമിൻ്റെ ചെറിയൊരു കാഴ്ചയാണ്. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസിനായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇപ്പോൾ എന്തായാലും ആദ്യക്കുട്ടൻ കരഞ്ഞതുകൊണ്ട് നമുക്ക് അധികം വീഡിയോസൊന്നും നേരെ എടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ഒരുപാട് സമയം എടുത്തിട്ടാണ് ഈ ഒരു ചെറിയൊരു വീഡിയോ ചെയ്തത്. ആദ്യക്കുട്ടൻ നല്ല പണക്കത്തിലായിരുന്നു. നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി എന്ത് ചെയ്താലും അപ്പം നിലവിളിക്കുക, ആ ഒരു കാര്യം കൊണ്ടാണ് വീഡിയോ എടുക്കാൻ താമസിച്ചത്. വീഡിയോ എടുക്കുന്നത് കൊണ്ടായിരിക്കാം ഉറങ്ങാതിരിക്കുന്നത്. എന്നെ കൂടെ ഒന്ന് ആഡ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടായിരിക്കും. എന്തായാലും ഇത് അത്യാവശ്യം നമ്മൾ ബഡ്ജറ്റായിട്ട് ചെയ്ത ഒരു ഇതാണ്. ഒരു ചെറിയൊരു റൂമാണ്. ഏകദേശം ഒരു 70 സ്ക്വയർ ഫീറ്റേ ഉള്ളൂ. നമ്മൾ ആദ്യക്കുട്ടൻ അത്യാവശ്യം ഇപ്പോൾ ഒരു 6 മാസം കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മൾ കട്ടിലൊന്നും ഇട്ടിട്ടില്ല. ബെഡെല്ലാം തറയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ചേട്ടൻ്റെ ഫോട്ടോയെ പറ്റി പറയാനാണെങ്കിൽ ചേട്ടൻ ഒരു പാവം ചേട്ടനാണ്. ചേട്ടൻ വന്ന് കുറച്ച് നേരം നമ്മളെ ക്യാൻവാസ് ചെയ്തിട്ടാണ് ഫോട്ടോയ്ക്ക് വിളിച്ചത്. പിന്നെ ചേട്ടൻ്റെ ക്യാൻവാസ് കണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വീണു. എൻ്റെ ഫോട്ടോ അത്യാവശ്യം നന്നായിട്ട് വരച്ചു. അതിൽ കണ്ട ആളുടെ മുഖമാണ് ഇതായിരിക്കുന്നത്. ഒരു സാമ്യമില്ല. നമ്മൾ സാധാരണ എല്ലാ ഫോട്ടോ സ്റ്റാറ്റസൊക്കെ ഇടുന്ന ആൾക്കാരാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഫോട്ടോ ഇതുവരെ ആരും കണ്ടിട്ടില്ല. ഈ വീഡിയോയിലൂടെ ആരും കാണുന്നെങ്കിലേ ഉള്ളൂ. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.